മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടയാ, പോർച്ചുഗീസുകാർ ഒഴുക്കി വിട്ടേ. അപ്പോൾ ഇവിടെ വന്ന് കരക്കടഞ്ഞപ്പോഴത്തേക്ക് പള്ളിമണിയെല്ലാം തനിയെ മുഴങ്ങി. അപ്പോൾ മാതാവ് അച്ഛനെല്ലാം എഴുന്നേറ്റ് വന്ന് നോക്കി ഈ രൂപം എടുത്തപ്പോൾ അത് ദർശനം കൊടുത്തു. അച്ഛൻ ഇവിടെ കിഴക്കോട്ട് നോക്കി മാതാവിനെ ഇരുത്തണം. പിന്നെ പള്ളി പണിതുകൊണ്ട്, പിന്നെ അതിനുശേഷം കോല പള്ളിയായിരുന്നു. പിന്നെ വലിയ പള്ളി പണിതുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഉപ്പ് വെള്ളമായിരുന്നു കായലിൽ. അപ്പോൾ മാതാവിൻ്റെ പള്ളി പണിയുന്ന സമയത്ത് ഈ ഉപ്പ് വെള്ളം വെച്ച് പണിയാൻ പാടാണ്. അപ്പം ഈ ഉപ്പ് വെള്ളം നല്ല വെള്ളമായി. അതുകൊണ്ട് ഉപ്പ് വെള്ളം നല്ലതാക്കിയ മാതാവെന്ന് പറഞ്ഞ് കായൽ വെഞ്ചരിപ്പൊക്കെ ഉണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച്. അപ്പം ഒരുപാട് അത്ഭുതങ്ങൾ വർഷാവർഷം എല്ലാ ജനങ്ങളും വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് ഉരുള് നേർച്ച, പിന്നെ തലയുണ്ട നേർച്ച, അങ്ങനെ പല കാഴ്ചവസ്തുക്കൾ നേർച്ച വർഷം. ഇപ്പം തീർത്ഥാടനാലയമായിട്ട് ഡിസംബർ 30 മുതൽ നവംബർ 30 മുതൽ ഡിസംബർ 31 വരെ തീർത്ഥാടന പള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദണ്ഡവിമോചനമൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കും. 31 ദിവസം വരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നേർച്ച കാഴ്ചകൾ. വന്നതിൽ കണ്ടതിലൊക്കെ വിശ്വാസത്തിൽ ഇവർക്ക് വന്നതാണ്.